ഓക്കെ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അമ്മേ, ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്നത്തെ പലഹാരമാണ്, വൈകുന്നേരത്തെ പലഹാരമാണ്. എന്താണ് ചക്കയുടെ ഇല്ലേ, അത് വാഴയില ചക്കയുടെ എന്ന് പറയും. വാഴയിലയില് അപ്പൊ ഇതല്ലാണ്ട് വാഴയില അല്ലാണ്ട് ഇങ്ങനെ ചക്കട ഉണ്ടാക്കുക? ഇടയില കണ്ടിട്ടുണ്ടോ? ആ കുമ്പളപ്പം അല്ലേ? അതിന് പകരം ഒന്ന് വാഴയില, അതാ ഇല കിട്ടിയില്ല നമുക്ക്. അപ്പൊ ഇത് സത്യം പറഞ്ഞ ചക്ക അടയാണ്, വാഴയില. അല്ല, അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ കുമ്പളപ്പത്തിനകത്ത് ഈ ചക്ക ഉപയോഗിക്കൂലല്ലോ? പിന്നെ കുമ്പളപ്പത്തിൽ ഞാൻ ഏതൊക്കെയോ ലോകത്തായിട്ട് ഈ പഴം കൊണ്ട് ഉണ്ടാക്കാം. പഴം കൊണ്ട് ഉണ്ടാക്കാം. പഴം കൊണ്ടും ഉണ്ടാക്കാം. സാധാരണ നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കാറ്? പിന്നെ ഞാൻ വേറെ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കുമ്പളപ്പം. അപ്പൊ കുമ്പളപ്പം തിന്നിട്ടില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് തന്നെയാണ്. ഇല മാറിയപ്പോൾ പേരും മാറി. വാഴയില ചക്കയുടെ നമുക്ക് പേരിടാം അല്ലേ? വാഴയില അതിന് ചക്കയുടെ വാഴയിലാണ് അട ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ട് ഉണ്ടാക്കിയട ചക്കയുടെ, മറ്റേത് കുമ്പളപ്പം. ഇത് ചക്കയുടെ വാഴയിലപ്പം ഇടാൻ പറ്റും. കുമ്പളപ്പം എന്നല്ലേ മറ്റേ പേര്? അങ്ങനെ പറ്റുമോ? ഇതിപ്പോ അല്ല, ഇത് അട പോലെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? ഇതിനകത്ത് തേങ്ങ ഇതാക്കിട്ട് നിറച്ചിട്ടുണ്ടോ അതിനകത്ത് അട പോലെ? അത് നമുക്ക് നോക്കാം. അത് അമ്മയോട് ചോദിക്കാം. എന്തായാലും നമുക്ക് അമ്മയോട് ഇതിനു മുമ്പ് ചോദിക്കട്ടെ, ഇതിനുള്ളിൽ തേങ്ങ ഇട്ട് അട പോലെ ഇട്ടിട്ടുണ്ടോന്ന് ചോദിക്കാം. അപ്പൊ അമ്മ പറഞ്ഞ തന്നെ ശരി, വാഴയില കുമ്പളപ്പം നാട്ടിൽ. അല്ല, കുമ്പിളെന്ന് പറയുന്നതിന്റെ കാരണം ഇലയും കൊണ്ടല്ല, അതിന്റെ ഷേപ്പ് കൊണ്ടല്ല കുമ്പിളെന്ന് പറയുന്നത്. നമ്മളിത് കോരുന്ന സാധനം അതുകൊണ്ടല്ലേ. അപ്പൊ ഇത് പറ്റില്ല, കുമ്പിളെന്ന് പറയാൻ പറ്റില്ല, ഇത് അടയാണ്. കേൾക്കുമ്പോ രസമല്ലേ വാഴയില കുമ്പളപ്പം? ഇത് ഞാനെന്താ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അമ്മയ്ക്കും അമ്മയുടെ തേങ്ങ കൊണ്ട് സമൃദ്ധ അഭിഷേകം. നല്ല ചൂടുണ്ട്. സ്പൂണാണോ? ഓ അമ്മേ, വലിച്ചപ്പോൾ കുറച്ച് ഭാഗം ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്തില്ല എന്നുള്ളതായിരിക്കോ? അത് കൂടിപ്പോയ എന്തിട്ടുണ്ട്? കുമ്പളപ്പം തന്നെ പരത്തി വീണ്ടും ചക്ക കൊണ്ടൊരു ചക്കയുടെ സ്റ്റോക്ക് തീർത്തോണ്ടിരിക്കുകയാണ് ഓരോന്നോരോ. പണ്ട് കാലത്ത് അങ്ങനെ തന്നെയാണ് അമ്മമാര്. ചക്ക ഉണ്ടെങ്കിൽ ഞങ്ങൾ ചക്കയുള്ള കാലത്ത് ചക്കപ്പഴം ഉണ്ടെങ്കിൽ ചക്കപ്പഴം വഴറ്റും. ചക്കപ്പഴം കൊണ്ട് വട്ടയപ്പം പോലെ ഉണ്ടാക്കും. ചക്കയുടെ ഇതുപോലെ വാഴയില ഉണ്ടാക്കും. പിന്നെ ചേട്ടൻ്റെ ഇലയിൽ കുമ്പിള്. പിന്നെ അച്ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ള, അച്ചാച്ചന് ഇഷ്ടമുള്ള ഒരു സാധനം അമ്മച്ചി വെല്ലുമിച്ചി ഉള്ളപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ ഒരിക്കൽ ചക്ക ഇങ്ങനെ വഴറ്റും. എന്താ തേങ്ങയും ഏലക്കായൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് പുട്ടുണ്ടാകുമ്പോൾ പഴം തിന്നും. പഴം കഴിച്ച് പുട്ട് കഴിക്കൂലേ, അതുപോലെ അച്ചാച്ചന് കഴിക്കും. എനിക്ക് ഒരു കാര്യം പറഞ്ഞത് ഭയങ്കര എനിക്ക് ഇത്രയും കാലം ഞാൻ അത് കഴിച്ചിട്ട് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതായത് ഞാൻ ഇത്രയും കാലം ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് യുണീക്കായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ടേസ്റ്റ് വന്നുകൊണ്ടിരുന്നത് മറ്റേ അമ്മ പറഞ്ഞ ഇടനേലയുടെ അതിന്റെ ആ ഒരു രുചിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഞാൻ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഏലക്കയായിരിക്കും. അപ്പോഴാണ് മനസ്സിലായി ഏലക്കയായിരുന്നു ഇത്രയും കാലം ഇതിനാ രുചി കൊടുത്തോണ്ടിരുന്ന ആ ഇലയുടെ മണമാണ് ഇതിനുള്ളത്. ഞാൻ ആ ഇലയുടെ ആ ഒരു ഫ്ലേവർ ആണ് ഉണ്ടായിരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ഇലയുടെ മണമാണ്, ആ ഇലക്ക് നല്ല മണമുള്ള സുഗന്ധമായിട്ടുള്ള ഒരു മണമാണ്. ആ ഇലയാണ് മറ്റേ ഇവര് ഈ മറാഠികൾക്ക് ഇതിൽ അതേ അതിന്റെ ചെറിയൊരു ഇലയാണ്. അതായത് ഞാൻ അവിടെ നിന്ന് സമയത്ത് ഞാൻ ബോംബെയിലെ നടത്തിയ കുറച്ചൊക്കെ ഒരു കല്യാണത്തിന് മേഖലയാണ്. അവിടെ ചിക്കൻ കറിയിലൊക്കെ ഈ ഇലയുടെ ഈ ഇലയുടെ നമ്മുടെ വലിയ ഇലയല്ലോ, അതിന്റെ കുഞ്ഞലയുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞല അത് ഇതിലിടും. മറ്റേ നമ്മള് സർവസുഗന്ധി എന്ന് പറയുന്ന സാധനം ബേലീഫ്. അതമ്മേ ബേലീഫ് അതാ സർവസുഗന്ധിയാണ് അല്ലേ? നിങ്ങൾക്ക് ആർക്കൊന്നും അറിയത്തില്ല. അതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ഈ ഇടനില പോലെ തന്നെ ഷേപ്പുള്ളൊരു മസാലക്കൂട്ടിലൊരു ഇല വരുന്നില്ലേ, അതാണത്. അതെ, അത് ഈ ഇലയുടെ ബാക്കിയല്ലേ, ഇതിന്റെ തന്നെ വേറൊരു ഇതല്ലേ മസാലക്കൂട്ടിലിരുന്ന സാധനം അത്. അപ്പൊ ഇന്ന് ഫുള്ള് അബദ്ധത്തോട് അബദ്ധമാണ്. അതും എനിക്ക് തെറ്റിപ്പോയോ? ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും തെറ്റോ തെറ്റാ പറഞ്ഞ തെറ്റാന്നറിയാം.
ഓക്കെ അതിലാവട്ടെ. അപ്പൊ ആ സാധനത്തിന് ഇതിന് ഒരു മണത്തിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? എടാ മണം, രുചിയുടെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ മണം. അതെ. അമ്മമാര് അവർക്ക് പറ്റുന്ന തരത്തില് മക്കൾക്ക് വേണ്ടി ഏത് തരത്തിലും ചെയ്യും. ഈ അമ്മയുടെ എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. കൊള്ളൂല. കൊള്ളില്ല. അതായത് അമ്മ ഇതിനകത്ത് ഏലക്ക പൊടിച്ചാലും നല്ലതായിരുന്നു. പൊടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ കുരു അതിലോട്ടേതാ കുരുവായിട്ട് വരുമ്പോ ചിലര് കുരു കടി കിട്ടുന്നു. എന്താറിയോ, കടിക്കുമ്പോ ഒരു സുഖമില്ല. ചക്ക അരച്ചെടുത്തില്ല അമ്മ, അതിലേക്ക് വെറുതെ പൊളിച്ചിട്ടു. ചക്ക അരച്ചതിന്റെയും പൊളിച്ചതിന്റെ കാര്യമൊക്കെ പറയുമ്പോ അടുത്തായിട്ട് അമ്മ ഇത് എങ്ങനെ ഉണ്ടാക്കി അതിന്റെ ഒരു ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഈ ചക്ക കിട്ടിയത് നമുക്ക് ഇടുന്നറിയോ, അതൊട്ട് തുടങ്ങണ്ടേ? എന്നാ പറഞ്ഞോ. ഈ ചക്ക നമ്മുടെ മുൻവശത്തുള്ളതാണോ? അല്ല വലിയ എല്ലാം അറിഞ്ഞിട്ടാണ് ചക്ക കിട്ടി എവിടുന്നേലും ആവട്ടെ. ഒന്നാ ചക്കയുടെ കാര്യം കുഴച്ചക്കയാണോ വരിക? ഇത് പൊളിച്ചക്ക. കുഴച്ചക്ക ഇത് നമ്മുടെ മുന്നിലത്തെ ചക്കയാണ്. നമ്മളെ വീടിന്റെ മുന്നത്തെ ആയിരിക്കും. ആ റോഡ് പണിക്കാര് അന്നിട്ടൊന്നില്ല. ചക്ക കിട്ടിയിട്ട് ഞാൻ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. മുഴുവൻ തിന്നൂരില്ല, എന്താണ് നമ്മൾ തിന്നൂല. അപ്പം ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ അകത്ത് പുറത്ത് വെച്ചു. ചക്കയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു, വാഴയിലയില്. മനസ്സിലാവും കിട്ടാത്തോണ്ടാണോ? ഇല്ല, നമുക്ക് ഇവിടെ ഇവിടെ ഇല്ല. നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. എടന അല്ലെങ്കിൽ വഴനയിലാന്നും പറയും. ഞാൻ സത്യം വിചാരിച്ച അതിന്റെ പേര് കുമ്പിളില്ലാന്നൊക്കെയാണ്. അത് നമ്മള് കുമ്പിള് കുത്തുമല്ലേ ഇങ്ങനെ. അമ്മ അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആ ഇലയുടെ പേര് അതാ ഇത് ഉണ്ടാക്കുന്നോണ്ട് ആ ഇലയുടെ പേര് അങ്ങനെയാന്ന് വിചാരിച്ചത്. എടന. അപ്പൊ എനിക്ക് കാണുന്നത് ഒന്ന് അരച്ചു, ഏലക്കായ ഇട്ടിട്ട് ശർക്കര പാനി ഒഴിച്ച് അരച്ചു. അരച്ചിട്ട് പുട്ടിന്റെ പൊടി, തേങ്ങ ചിരണ്ടി ഇട്ടു. പുട്ടിന്റെ പൊടിക്ക് എന്താ പ്രത്യേകത? തരിയുണ്ട്, കുറച്ച് തരി വേണം ചെറുതായിട്ട്. സാധാ ഇത് പറ്റൂല, ബാക്കിയുള്ള പൊടി പറ്റൂല. അതും പറ്റും. അന്നേരം കുറച്ചും കൂടി ഇത് ഒന്നാമത് എന്താ പറയാ, നല്ല മയമുള്ളതല്ലേ, അപ്പൊ അതിൽ കുറച്ച് തരിയുള്ള പൊടി വേണം. എന്നാലാണ് അതിനെ ടേസ്റ്റ് കിട്ടും. പിന്നെയുള്ള എന്താ പറയാ, ഒരു ഇതിന് കുറച്ച് കട്ടിയില്ലേ, മറ്റേതാകുമ്പോ ഒരു കട്ടി ഉണ്ടാവില്ല. അടയ്ക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. വാഴയിലോ അമ്മ ഞാനാണല്ലോ അമ്മയോട് ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടപ്പോ അമ്മ ആദ്യം അരക്കല്ലേ ചെയ്തത്? ഏലക്ക ഇട്ടിട്ട്. ഏലക്ക ഇട്ട് പിന്നെ ശർക്കര ഇട്ടില്ലായിരുന്നു? ശർക്കര ഇട്ടു. അപ്പൊ ശരിക്കും ശർക്കര ഇട്ടിട്ട് അരക്കണം, അല്ലെങ്കിൽ ശർക്കര പിന്നെയാണ് ഇടേണ്ടത്? കാരണം അമ്മ പിന്നെ ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് മധുരത്തിനനുസരിച്ച് നമുക്ക് പാനി ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിക്കാം. ഞാൻ എളുപ്പത്തിന് നമ്മളെല്ലാം എളുപ്പ വഴി ക്രിയ ചെയ്യാറുള്ളൂ. അപ്പം എന്നിട്ട് അതെല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്തിട്ട് പുട്ടിന്റെ പൊടി ഇട്ടു, തേങ്ങ ഇട്ടു, നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി. എന്നിട്ട് വാഴയില പറിച്ചുകൊണ്ട് വന്ന് അതിനെ വാട്ടിയിട്ടില്ലേ സംഭവിക്കുന്നത് എന്താ? എനിക്കറിയില്ല. ഇല വാട്ടാതെ നമ്മള് ആ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ടുപേരും ഉത്തരം പറഞ്ഞോ ചോദ്യം. വാട്ടാണ്ട് അതിന്റെ ഉള്ളിൽ വാഴക്ക് ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് വാട്ടുന്നത്. എനിക്ക് തോന്നുന്നത് പൊട്ടിപ്പോകുന്നു. പച്ചയിലോടുകൂടി മടക്കിയില്ല, ആ സാധനം പൊട്ടിപ്പോവില്ലേ? ശരിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നേ. അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. അത് വേണ്ടിട്ട് അല്ലെങ്കിൽ മടക്കുമ്പോ അത് പൊട്ടിപ്പോവില്ലേ? ഞാൻ വിചാരിച്ചെന്താ, ഇത് വാട്ടുമ്പോ ഇലന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു ടേസ്റ്റ് ഇറങ്ങിയിട്ട് ഇതിന് കൂടുതൽ രുചി കൊടുക്കുന്ന വിചാരിച്ചു. അതുകൊണ്ട് സാധാരണ നീ പൊതിച്ചോറ് വെച്ചിട്ടില്ല. അതെനിക്ക് വളരെ എനിക്ക് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിനെ പറ്റി ചിന്തിച്ചു. ഞാൻ സത്യം അമ്മ വെച്ചിട്ട് വിചാരിച്ചു അതിനകത്ത് വാഴ ഇലയ്ക്ക് ഒരു കറയുണ്ടല്ലോ, ആ കറ ഇറങ്ങാണ്ടിരിക്കാനിരിക്കുന്നു. വെച്ച് മടക്കിയിട്ട് സാധാ അട ഉണ്ടാക്കുന്ന പോലെ എത്ര മിനിറ്റ് ആവി വെച്ചു ഇത്രയും ഉണ്ടാക്കാൻ? 15 മിനിറ്റോളം വെച്ചു. 15 മിനിറ്റ് കൊണ്ട് ശരിയാവും. ഇതിന് കട്ടിയില്ലാത്തോണ്ട് പിന്നെ ഒരു ഇതുണ്ട്, ഇതിന്റെ മുകളിലുള്ളതായിരിക്കും ആദ്യം വേവുക. നമ്മളിങ്ങനെ അടുക്കിയല്ലേ വെക്കുന്നത്, താഴെയുള്ളതല്ലേ വേണ്ട? അല്ല, ആവി കയറ്റിയപ്പോൾ ശ്രദ്ധിച്ച് മുകളിലുള്ളത് ആദ്യം വേവും.
അപ്പൊ ഞാൻ ആദ്യം കൊണ്ടുവച്ചില്ലേ, ആദ്യം കൊണ്ടുവച്ച ആ വെന്തതാണ്, പിന്നെ അടിയിലുണ്ടായിരുന്ന വെന്തില്ലായിരുന്നു. അതുകൊണ്ട് അതും കൂടെ ഉപയോഗിച്ച് രണ്ടാമത് മാറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. 15 മിനിറ്റ് കൂടുതൽ വെക്കണം. എനിക്ക് തോന്നുന്നറിയാം. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, എണ്ണം കൂടുമ്പോ ഈ ആവി ഇങ്ങനെ പോയിട്ട് മേളിൽ പോയിട്ട് എന്നിട്ട് അങ്ങനെ ഇത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നല്ലോ. അന്നേരം ഇതിങ്ങനെ അടിയല്ലേ ഇരിക്കുന്നത്. അന്നേരം ഈ അടിയിലുള്ള കറക്റ്റ് ആവി അടിയിന്ന് പൊങ്ങിട്ട് ഇത് മേളിലുള്ളതാണ് ആദ്യം മേളിന്ന് ഒന്ന് നിക്കുന്നത്. ചൂടപ്പം മേളിലല്ലേ നിക്കുന്നേ, ഇതിന് അടിയിലേക്ക് ഇറങ്ങി. രണ്ടാമത്തെ പിന്നെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ എല്ലാം വെടിയിച്ച് ഇതാക്കിയിട്ട് എടുത്തു. അതൊരു 5 മിനിറ്റ് ഒക്കെ വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ സംഭവം 4 മണി പലഹാരം നിമിഷ നേരം കൊണ്ട് 4 മണി പലഹാരം 7 മണിക്ക് സർവ് ചെയ്തു. പക്ഷേ സംഭവം കൊള്ളാം. പനന്തേല് നോക്കി കഴിഞ്ഞാൽ കാണാം കൊറേ ഇതിന്റെ തൊണ്ട് ബാക്കി കൊത്ത്. അവൻ തേങ്ങ വേണ്ടല്ലോ. അമ്മ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നേ ഏകദേശം തിന്നാൻ തുടങ്ങി. ഞാൻ പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ കഴിക്കുകയാണ്. പണ്ടുകാലത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചക്കപ്പുഴുക്ക്. എനിക്കല്ല പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അവിടുന്ന് കരുതച്ചിന്ന് വന്ന സമയത്ത് നമ്മളിവിടെ സ്കൂളിൽ ഒരു 3ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് മഴയാണ്. ആ സമയത്ത് ഈ ജൂൺ ജൂലൈ മഴയാണ്. ആ സമയത്ത് ആ ഇവിടുന്ന് മേടുത്ത് പറമ്പിൽ ചക്ക ഇട്ടിട്ട് ചക്ക കൊണ്ട് ഏറുന്നില്ല. ചക്ക കഴിക്കാത്ത പച്ച ചക്ക ഇതാക്കി ഇതിൽ ചക്ക വറുത്തത് ചക്ക വഴിപ്പിച്ചിട്ട് അത് തിന്നുന്നു. ദിവസം ചക്ക ഫുള്ളും ചക്ക. അതേപോലെ പിന്നെ ചക്കയുടെ ഒരു ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിന്റെ സമയത്താണല്ലോ ചക്ക എന്തോ നമ്മുടെ എന്തോ ഫ്രൂട്ടായിട്ട് എന്തോ ഒന്നാക്കി മാറ്റിയായിരുന്നു. കേരളത്തിന്റെ എന്തോ ഒരു ഇതായിട്ട് അങ്ങാണ്ട് ഇവര് പറഞ്ഞു. അപ്പൊ പിന്നെ കൂടുതൽ ചക്കയ്ക്ക് പ്രചാരം അങ്ങ് കൂടി. അപ്പൊ പിന്നെ ആ സമയത്ത് ഫുള്ള് ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള. അതുകൊണ്ടല്ല വേറൊന്നും ഇല്ല ചെയ്യാനായിട്ട്. അന്നേരം ചക്ക ഒന്നും കളഞ്ഞിട്ടില്ല. ചക്കയുടെ മുള്ളുവിന് വരെയും കൂടെ ഔഷധ ഗുണമുണ്ട്. കൊളസ്ട്രോളിനോ അങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങൾക്ക് അതുവരെ ആർക്കും വേണ്ടാത്ത സാധനം. കാപ്പിപ്പൊടിയാക്കിയിട്ട് ചക്കമുള്ളു കാപ്പിപ്പൊടി ചോള മാത്രം എടുത്തോണ്ടിരുന്ന കുരു ഐസ്ക്രീം ആക്കുന്നു, ചവണി വറുത്ത് തിന്നുന്നു. പാവം പണ്ട് പശുക്കൾ കിട്ടിക്കൊണ്ട് അത് നമ്മൾ മനുഷ്യന്മാര് തിന്നാണ്. മറ്റേ ഞാൻ സംശയം, നിങ്ങൾക്ക് എന്താണ് ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് വിഭവമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? എനിക്ക് പറഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടം പച്ചച്ചക്ക. വെറുതെ പച്ചച്ചക്ക പിന്നെ പുളിച്ച ചക്ക എന്നറിയില്ലേ, ചക്ക മുറിച്ച് അതറിയില്ല. അല്ല, നമ്മള് ചക്ക മുറിച്ച് വെച്ചിട്ട് വരിക്കച്ചക്ക മുറിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം അതായത് മുഴുവൻ നന്നായിട്ട് പഴുക്കില്ല. ചക്ക പുളിക്ക് അതങ്ങ ഞങ്ങൾ അറിയാം. നല്ല രസമുള്ള കടിയാണ്. ചെറിയൊരു മധുരവും പുളി അങ്ങനത്തെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്ക വറുത്തത്. ഈ ചക്ക മറ്റേ ഇതുണ്ടാക്കിയത് അല്ല, മറ്റേ നമ്മള് പച്ചച്ചക്ക വേവിച്ചിട്ട് പുഴിച്ച എന്തിന്റെ കൂടെയാണ് കോമ്പിനേഷൻ? മീൻകറി നല്ലത്. നല്ല മത്തിക്കറി അടിപൊളി. അതാണ് ഇഷ്ടം മത്തിക്കറി. എനിക്ക് ബീഫും ചക്ക. ബീഫും ചക്കയും രസമുണ്ട്. എനിക്ക് പക്ഷെ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ചക്കയെക്കാളും കപ്പയെ കുറച്ചും കൂടെ. അതെ, എനിക്ക് കപ്പ ഇഷ്ടം. നീ ചക്കയുടെ കാര്യം ചോദിച്ചോണ്ട് എനിക്ക് കപ്പയും ചക്കയും കിട്ടും. ഞാൻ കപ്പയാണ് കപ്പയും. എനിക്ക് ചക്കയില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിച്ചതില് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ചക്ക വറുത്താണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. രണ്ടാമത്തെ വെറൈറ്റിയുടെ ഒന്ന് കെമിക്കൽ ആയിരിക്കും, പക്ഷെ അന്ന് നമ്മൾ മറ്റേ മെറിബോയ് അവരുടെ ഐസ്ക്രീം ഉണ്ട്. അയ്യേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് പ്രോസസ് ചെയ്തതാണ് കെമിക്കൽ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കതിന്റെ ചക്ക മറ്റേ നമ്മൾ ഒരു വട്ടം അത് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ രുചി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനിപ്പോ കെമിക്കൽ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ് സംഭവം. ചക്കപ്പുഴുക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക്. കുറച്ചും കൂടെ കപ്പ ആണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം. കഴിച്ചതല്ല, ഇത് വ്യത്യസ്തമായിട്ട് ചക്കയുടെ വിഭവം എന്ന് പറഞ്ഞാൽ ചക്കയുടെ ചവണിയൊന്നും നമ്മൾ ഓർത്തില്ല. അതൊരു നല്ലൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. ചക്ക ബിരിയാണി ഉണ്ടാക്കാം.
അമ്മ ഉണ്ടാക്കിയതാ നമ്മൾ തിന്നും. അത് ചക്ക ബിരിയാണി എന്താ, അതായത് കപ്പ ബിരിയാണിക്ക് പകരം ചക്ക. മറ്റേ നമ്മുടെ ഞാനെന്താ വിചാരിച്ചത് ചക്ക ബിരിയാണി എന്ന് പറഞ്ഞപ്പോ ചക്കയുടെ തൊണ്ടും ചവണിയും എല്ലാം കൂടി ഇട്ടിട്ട് മൊത്തത്തിൽ കൂട്ടി ഒന്നും കൂടാണ്ട് കുരു എല്ലാം കൂടി ഇട്ടിട്ട് ബിരിയാണി പോലെ വെക്കാന്ന് ഞാൻ വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ ശ്രമിച്ചു. ചക്കയുടെ തൊണ്ട് ചവണി ഇതെല്ലാം ഇടുക. അതിനകത്ത് നമ്മള് ബോട്ടി മറ്റേ ഇത് എല്ലും കൂടി ഇട്ടിട്ട് നമ്മള് വെറൈറ്റി സാധനം അതിന്റെ പശു ചുമ്മാ എല്ലാം കഴിക്കുന്നില്ല, നമുക്ക് കഴിച്ചു ശ്രമിച്ചു. നല്ല രുചിയാണെങ്കിലോ പറയാൻ പറ്റില്ല, എളുപ്പമുണ്ടോ. അതായത് നമ്മള് കൂട്ട് ഇത് കഴിക്കില്ല, എന്താ ഏഴങ്ങാടി എട്ടങ്ങാടി പുഴുക്ക് അതുപോലെ അതിനകത്ത് എട്ടങ്ങാടി പുഴുക്കുണ്ട്. എട്ടങ്ങാടി പുഴുക്ക് കഴിച്ചിട്ടില്ല. ചേന കാച്ചില് ചേമ്പ് കപ്പ എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്ത് ഇതൊക്കെ മറ്റേ പരിപ്പൊക്കെ ഇതൊക്കെ ഇടും, പയറൊക്കെ ഇടുന്നവരുണ്ട് ഇല്ലേ മറ്റേ ഞാൻ എന്നാ അത് ഒരു പ്രത്യേക ഒരു രുചിയാണ് സാധനത്തിന്. ആ സാധനത്തിന് കറിയുടെ ആവശ്യമില്ല, അതിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ടാവും. നല്ല ചേർത്തിട്ട് കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അമ്മച്ചിയുടെ അമ്മാമ്മച്ചി അതുണ്ടാക്കുക. അമ്മച്ചി ഉണ്ടാക്കി തരും നല്ല. ഞാൻ ഇങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് കപ്പയാണ്. ഇങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളില് കപ്പയ്ക്ക് ഒരു സുഖമാണ്, രസമാണ്. കപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടം. അമ്മ മറ്റേ ഇങ്ങനെ കൊത്തി കൊത്തി ഇട്ടുന്ന അതിനകത്ത് നല്ല എന്താ പറയാ വറവിട്ട് കപ്പ പുഴുങ്ങി കപ്പ പുഴുങ്ങിയതും കാന്താരി, ഒരു കാന്താരിച്ചപ്പോ ഒരു മുളക് ഒരു ചെറിയൊരു മത്തിക്കറി കുറച്ച് ചെറിയ കട്ടന. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബോംബെന്ന് വരില്ലേ, അപ്പൊ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. കപ്പ പുഴുങ്ങിയതും മത്തിക്കറി ഒരു രക്ഷയില്ല, എത്ര ഇട്ട് കഴിക്കാൻ തോന്നും. നല്ല സംഭവം. അപ്പോഴും കുഴപ്പമില്ല. പിന്നെയുള്ള ഗ്യാസും വയറ് ഫുള്ളായിട്ട് അങ്ങനത്തെ കുറച്ച് ആഫ്റ്റർ എനിക്ക് കഴിച്ചിട്ടുള്ള പ്രശ്നമാണ്. കപ്പ കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും ദിവസം കപ്പ കഴിക്കാനാണ് എല്ലാത്തിനെക്കാളും ഏറ്റവും ഇഷ്ടം കപ്പ കഴിക്കാൻ. നല്ല പുളി, പ്രത്യേകിച്ച് പുഴുങ്ങി അപ്പയാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടമാണ്. താമസിക്കുമ്പോ പൊന്നിന് ഓർമ്മയുണ്ടാവും. മിക്കവാറും ദിവസം വൈകിട്ട് നമുക്ക് കപ്പ അരച്ചലി കപ്പയും ഇത് തന്നെ അച്ചാതിന് ഒരു ദിവസം നമ്മള് താഴെയൊക്കെ കപ്പ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. കപ്പ വറക്കുന്നൊക്കെ നല്ല രസം, ഇളക്കി ഇളക്കി വലിച്ചെടുക്കുന്ന കുറെ കപ്പ അതൊക്കെ കൊത്തി കൊത്തി ഇട്ടിട്ട് നല്ല രസം. ചക്കയേക്കാൾ ഭീകരൻ കപ്പയാണ് ഏറ്റവും എന്റെ കണക്കില്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണ്ടേ, പണ്ട് കാലത്ത് ഈ വയനാട്ടിൽ ജീവിച്ച പല കുടുംബങ്ങളിലും, വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ജീവിച്ച പല കുടുംബങ്ങളിലും ഈ എന്താ പട്ടിണി ഇല്ലാണ്ടാക്കിയ ഒരു സാധനമാണ് ചക്ക എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ അല്ല ചക്ക വലിയ ചക്ക ഉണ്ടാവും, വലിയ മരം ഉണ്ടാവും, ഇഷ്ടമായ ചക്കയായിട്ട്. ഈ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 9ാം ക്ലാസ്സിലാണോ 10ലാണോ ഒരു മലയാളത്തിലെ പാടുണ്ടായിരുന്നു ചക്കയുടെ ഇതിനെ പറ്റി പറയുന്നത്. അത് ചക്ക ഇതാക്കുന്ന കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് ചക്കയുടെ ഇതറിയണെങ്കിൽ ഞാനിത് അത്യാവശ്യം കുറെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാരും പറയുന്നത് ഇവരെല്ലാവരുടെയും ജീവിതത്തില് ചക്ക ഒരു വല്ലാത്തൊരു പണ്ട് കാലത്ത് എങ്ങനെയാന്നറിയാം. പണ്ട് കാലത്ത് വൈകുന്നേരം ആകുമ്പോ എങ്ങനെയാന്നറിയാം, കുറെ മക്കളുണ്ടാവുമല്ലോ, 5-6 മക്കളൊക്കെ അങ്ങനെയാണല്ലോ പണ്ട് കാലത്ത്. അന്നേരം താഴെ ആയിരിക്കും എല്ലാവർക്കും എന്തുണ്ടാവും, കൊരണ്ടി ഉണ്ടാവുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കൊരണ്ടി ഉണ്ടാകും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ പറമ്പിലൊക്കെ ആയിരിക്കില്ല പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കയറി വന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ കപ്പ അല്ലെങ്കിൽ ചക്ക ഒരു 3:30 ആകുമ്പോൾ വെട്ടി അതെല്ലാം പുഴുങ്ങി എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇലയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ഇങ്ങനെ സ്റ്റീലിന്റെ പ്ലേറ്റ് ആയിരിക്കും. പണ്ട് സ്റ്റീലും അല്ല, ഈ സ്റ്റീലിന്റെ പ്ലേറ്റ് ഇറങ്ങണ കഴിയുമ്പോൾ വേറെ ഒരു വെള്ള ഒരു പ്ലേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു നീല സെറാമിക്കിന്റെ ഇപ്പോഴത്തെ അങ്ങനത്തെ പ്ലേറ്റ് ആണ് പണ്ട് കിണ്ണം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വന്നിട്ട് അതിലൊരു നീല കളറൊക്കെ ആയിരിക്കും അതിന്റെ വക്ക്, നിങ്ങൾ കണ്ടിട്ടില്ല. അതെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ പാത്രം. അതിനു മുന്നേ എന്തായിരുന്നു അറിയോ, മൺചട്ടിയായിരുന്നു. ആ കാലത്ത് ഞങ്ങള് അത് ഇതായിട്ടില്ല, അത് ഞങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് അമ്മാമ്മച്ചിയുടെ കാലത്തൊക്കെ എല്ലാവർക്കും ഓരോ മൺചട്ടി ആയിരിക്കും. ഒരു ഈ പാത്രം ഇത് അവരവർക്ക് സ്വന്തം ഒരു പാത്രം ഉണ്ടാവട്ടെ, അതിലായിരിക്കും ഭക്ഷണം ഇങ്ങനെ വിളമ്പി
അമ്മമാരിങ്ങനെ വിളമ്പി കൊടുക്കും. വിളമ്പി കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ആ അടുക്കളയിൽ വട്ടത്തിലിരുന്ന് എല്ലാവരും അവിടെ എന്ത് രസമായിരുന്നു അറിയോ? വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഡെസ്കിൽ തന്നെയാണ്. എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഞാൻ പറഞ്ഞ കഥയുണ്ടല്ലോ, അതിൽ വായിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ ഇതിന്റെ കുരു, ചക്കയുടെ കുരു ഇവരെന്താ പറയാ, ഈ കനലിട്ട് കനലിട്ട് ചുടും. ഈ കപ്പ ചുടും മഴക്കാലത്തൊക്കെ. അല്ല, ഇതിന് ചക്കക്കുരു ചുട്ടിട്ട് എന്താ ചെയ്യുക നിങ്ങള്? ചക്കെന്ന് പറഞ്ഞ പൊട്ടും ചിലപ്പോ എന്നിട്ടത് പോരൂല, അത് പൊട്ടി വീഴും. അപ്പൊ കുറച്ച് എന്നിട്ട് അതിന്റെ എന്തിന്റെ കൂടെ കൂട്ടത്തിന് ചുമ്മാ തിന്നാം. നീ കുളിക്കുരി വിട്ട് നിന്നിട്ടുണ്ടോ? പിന്നെ നമ്മുടെ താളൂരമ്മയില്ലേ, ഈ ചക്കക്കുരുവിന്റെ കാലത്ത് ഇത് നന്നായിട്ട് കഴുകി ഉണങ്ങും. എന്നിട്ട് ഉമ്മിയും മണ്ണും കൂടെ കൂടിയിട്ട് തിരുമിയിട്ട് അതിങ്ങനെ പൊത്തി വെക്കും. ഒരു ഇതായിട്ട് എങ്ങനെ ഒരു കൂമ്പാരം പോലെ, ഒരു കൊട്ട പോലെ മഴയൊന്നും നനയും. എന്നിട്ട് അത് 1 വർഷത്തോളം അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നല്ല മഴക്കാലം വരുമ്പോൾ അതെടുക്കും. എന്നിട്ട് വറക്കും. നല്ല മധുരമായിരിക്കും. എന്നിട്ട് അതിനെ തൊലി കളഞ്ഞിട്ട് ഉരലിൽ ഇടിച്ചിട്ട് ശർക്കരയും പഞ്ചസാര നമ്മൾ അവില് വിളയിച്ച് തിന്നില്ലേ, അതുപോലെ ആക്കി തരും. അതൊക്കെ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? പണ്ട് കാലത്ത് ഉള്ള ചുമ്മാ ചക്ക പൊട്ടിച്ച് നല്ല രസമാണ്. ചക്ക പൊട്ടിച്ച് തിന്നുന്നത് വളരെ നിസ്സാര കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്. എന്ത് കുരു പൊട്ടിച്ചിരുന്ന ഞാൻ വെറുതെ ഇരിക്കുമ്പോ അടുപ്പിൽ ഞാൻ ഇട്ടിട്ട് എനിക്ക് ഒന്നേരം ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നേരം വന്നപ്പോ അവിടെ അടുപ്പിന്റെ അവിടെ കുറെ സാധനം അമ്മ ഓർമ്മയില്ല. അവിടെ മേളിലൊരു തട്ടുണ്ടാവും ഉണങ്ങാൻ പറ്റിയ. മിക്ക സമയത്ത് ഇതിന്റെ സൈഡിൽ ഒരു പാത്രത്തിൽ എന്തെങ്കിലും കുറെ ചക്കക്കുരു ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ഇട്ടിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഇത് കുറച്ചപ്പോ എല്ലാം തിന്നാം. കശുവണ്ടി ചുട്ട് തിന്നണം. നല്ല ടേസ്റ്റാ. നല്ല രസമാണ്. ഞാൻ ഇവിടെ കശുവണ്ടി ചുട്ടിട്ടുണ്ട്. നമ്മള് മലപ്പുറത്തായ സമയത്ത് അവിടെ ഒരു ചെറിയ ചേട്ടൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു. പുള്ളിയാണ് ചുട്ട് തരുന്നത് നമുക്ക്. നമ്മള് പിള്ളേരാണ് നമ്മളെ ഇതാകൂലല്ലോ, പുള്ളിയാണ് ചുട്ട് തരിക. ഇത് പകുതി ഇതാകൂല. ഇതിന്റെ ചേന കഴിച്ച് ഇവിടെ പൊള്ളി പോകും. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മിക്ക സമയത്ത് കഴിച്ച ഇവിടെ 2 പോയിട്ടുണ്ട്. 2 സാധനം അത് കീറി ഇങ്ങനെ കൂടെ മര വീഴും മുഴുവൻ. എന്നിട്ട് വാ വിളിക്കാൻ പറ്റും. എന്നിട്ട് പിന്നെയും തിന്നും പോയിട്ട് ചേനായിട്ട്. എനിക്കിതൊന്നും കഴിച്ച ഓർമ്മയില്ല. പക്ഷെ എനിക്കിതൊക്കെ ഉണ്ടാവും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പെബിൾസ് അങ്ങനെ പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഒരു ചെറുപ്പത്തിൽ അച്ചാതെ എനിക്കൊരു ഡിസ്ക് വാങ്ങിച്ചിരുന്നു ആക്ഷൻ സോങ്ങിന്റെ. അപ്പൊ അതിലൊരു ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങില് ഇതേപോലെ ഇതിന്റെ ഇതുണ്ടായിരുന്നു. ഈ കശുവണ്ടി ഇങ്ങനെ ഈ പിള്ളേര് പറക്കുന്നു, എന്നിട്ട് തീയിലിട്ട് ചുട്ടത് കറുത്തത് പൊട്ടുന്നത്. ഇവിടെ കശുവണ്ടി രസമുള്ള പരിപാടിയാ. കശുവണ്ടി തിന്നാ. കശുവണ്ടി കശുമാങ്ങ കഴിച്ചിട്ടുണ്ടോ? മാങ്ങ കഴിച്ചിട്ടുണ്ട്. മാങ്ങ കഴിച്ച അവർപ്പല്ല, അതിന് അതൊരു രസമാണ് ആ കഴിച്ചോണ്ടിരിക്കാൻ. നല്ല രസമുള്ള കാലഘട്ടമായിരുന്നു. ഞാൻ എന്റെ ചെറുപ്പം ആഘോഷിച്ചിട്ടുണ്ടമ്മ. പക്ഷെ ഞങ്ങളുടെ അത്രയും ആഘോഷം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ചെളിയിലിറങ്ങി, ഞാൻ ആ തോട്ടിലിറങ്ങി ചെളിയിലിറങ്ങി കളിച്ചു. ഞാൻ ആവശ്യത്തിലിറങ്ങി വായിൽ കൂടെ ഓടി കിടന്നു. എനിക്ക് ഇപ്പോഴും ഞാൻ അമ്മച്ചി ഇവര് പോയി കഴിയുമ്പോ നമ്മുടെ അവിടെ വീടിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരമ്പത്തൂടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ തോടിന് തീഞ്ഞ ആ വീട് അവിടെ കുഴി ഉണ്ടാക്കും. ഇങ്ങനെ ചെകിഞ്ഞടിക്ക് കുഴി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കിടക്കുന്നേ. അമ്മ വിചാരിക്കുന്ന ഇപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മളെപ്പോഴും നമ്മുടെ കുട്ടിക്കാലം നല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ എല്ലാരും ആഘോഷിക്കുന്നുണ്ടാവും. എനിക്ക് പിന്നെ തോന്നുന്നു ഇന്നത്തെ കാലത്ത് പിള്ളേർക്കായിരിക്കും പുറത്തും പോകാണ്ട് കൂടുതലും ഈ ഫോണും TV ഇതിന്റെ ഉള്ളിലാണല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ലേ, ഈ പുറമെ പോയി ചെളിയിൽ കളിക്കുന്ന എന്താന്ന് പോലും അറിയത്തുണ്ടാവില്ല. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പൊ ഗ്രാമങ്ങൾ കുറഞ്ഞ് ഫുള്ളും ടൗൺഷിപ്പുകളായല്ലോ. അപ്പൊ തന്നെ പിള്ളേർക്ക് പുറത്തു പോകാനുള്ള സാഹചര്യം. ഇപ്പോഴത്തെ പിള്ളേര് എങ്ങനെ ഒരു മതിലിന്റെ ഉള്ളിൽ ആ വീടിന്റെ ഉള്ളിൽ ഈ അർഷാദ് ബത്തേരിയുടെ ഒരു ഇതുണ്ടല്ലോ, ഏതാ 7ാം ക്ലാസ്സിൽ പാടുണ്ടായിരുന്നല്ലോ, മീനുകളുടെ ആകാശങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞ അതിലുണ്ടല്ലോ ജെൻട്രിയും പിന്നെ മറ്റേ കളിക്കുന്ന കുട്ടി. വീട്ടിലിരിക്കുന്ന ആള് തടിച്ച് ഇതായി. പക്ഷെ അവസാനം അവനും പുറത്ത് വരുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മ പറയുന്നത് പിള്ളേരെ മാത്രം തെറ്റല്ലേ, പിള്ളേരുടെ ഒച്ചടക്കാനും കരച്ചിലെടുപ്പിക്കാനും വേണ്ടി വീട്ടുകാരുടെ മൊബൈലും എളുപ്പം ഈ സാധനം കൊടുക്കാണ്. പണ്ടിപ്പോ അമ്മയൊക്കെ നമ്മൾ കരയുന്നത് അമ്മക്ക് തരാൻ പോകുന്നില്ല. ടി വി ഒക്കെ കുറച്ച് ഞാൻ TV തുറന്നു വെച്ചിട്ടാണ് ജോബുട്ടിന് എഴുതിയ ഭക്ഷണമൊക്കെ പണ്ട്. നിന്റെ കാലത്തോണ്ടാ എന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ ഒക്കത്തിനെടുത്ത്
ഓരോന്ന് പ്രശ്നം ഞാൻ എന്തെങ്കിലും പൊന്നു ചെറുതായിരിക്കും മോൻ ചെറുതാവല്ലേ നമ്മുടെ വീട്ടിൽ ടി വി വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒമ്പതിരിക്കുന്നതിന് മുന്നേ കണ്ട് ടി വി ഉണ്ടെന്നുണ്ട്. ഇല്ല കാരണം എനിക്ക് ശരിക്കും പറഞ്ഞ അമ്മ എളുപ്പപ്പണി നോക്കിയെന്നാണ് പറയുന്നത്. അമ്മയെ കുറ്റം അമ്മ എന്താ ചെയ്തത്? അമ്മ ഈ മാറ്റത്തിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ആളാണ്. എനിക്ക് ഓർമ്മ ഇപ്പൊ ഇങ്ങനെ മാറി വന്ന തലമുറയിൽ ആദ്യ തുടക്കക്കാർ. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഇപ്പൊ പൊന്നനെ പോലെ അമ്മയെ പോലെ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ഓർമ്മ ഞാൻ അത്യാവശ്യം ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, അതായത് മോൻ എപ്പോഴും അകത്ത് തന്നെയല്ലേ. എന്റെ ഓർമ്മയിൽ ഞാൻ അമ്മയൊക്കെ സ്കൂളിൽ പോകുമ്പോഴും ഞാൻ പുറത്തു പോയി കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മച്ചി അങ്ങനെ വിട്ടിട്ടുണ്ടാവില്ല പേടിച്ചിട്ട്. എന്റെ ഓർമ്മയിൽ ഞാൻ കളിച്ചതുണ്ട്. എത്രത്തോളം കളിച്ചു എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ കളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കൂട്ടുകൂടിയൊന്നും കളിച്ചിട്ടില്ല. അപ്പൊ അമ്മക്ക് എങ്ങനെയാ അമ്മ സ്കൂളിൽ പോയിട്ട് അവൻ കളിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു യുഗത്തിന്റെ തലമുറയിൽ ആദ്യത്തെ സ്റ്റേജിലുള്ള ആളാണ്. അതായത് ബന്ധങ്ങളില്ലാത്ത ആളാണ്. ഇപ്പൊ നമ്മളും ഇതിന് അഡിക്റ്റ് ആണ്. അതായത് നമ്മളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഫോണിൽ നോക്കി ആരുമായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടോ? അതായത് നമുക്ക് മാറ്റം സംഭവിച്ചതാണ്. ഇത് ഫോണൊന്നും ഇല്ലാത്തടത്ത് നിന്ന് ഇവര് ഈ കാരണവന്മാർ ഇവരും ഇതിന് അഡിക്റ്റ് ആണ്. ഇവരും റീൽസും കാണുന്നു, ഫേസ്ബുക്കും നോക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വീട്ടിനകത്ത് തന്നെ ഇത് നോക്കി. അതായത് നമുക്ക് വീട്ടിന്റെ വിരൽത്തുമ്പിൽ കിട്ടുകയാണ്, ആവശ്യത്തിലേറെ എന്റർടൈൻമെന്റ് കിട്ടുകയാണ്. ഇല്ലേ നമ്മൾ ഒന്നുമില്ല. അതായത് നമ്മൾ പുറമെ പോയിട്ട് കണ്ടുപിടിക്കണം, പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കണം. പണ്ട് സിനിമ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, നടന്നു പോയിട്ട്. അത് സിനിമയ്ക്ക് പോകുന്ന എന്തൊരു ആഘോഷം, കുളിച്ച് ഒരുങ്ങി കുറിതൊട്ട് പൂവൊക്കെ ചൂടി എത്ര ആഘോഷമായിട്ട് കൂട്ടുകൂടി പോണേ. സിനിമയ്ക്ക് പോവാന്ന് ഉത്സവത്തിന് പോകുന്നൊരു പ്രതീതിയിലാണ് പണ്ട് സിനിമയ്ക്ക് പോകുന്നത്. അത് പക്ഷെ എന്നുമില്ല, മാസത്തിലൊന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾ വരുമ്പോ അന്ന് വൈകുന്നേരം ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുപോവുക ചെയ്യുന്നത്. അതായത് അന്ന് നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കുറവായിരുന്നു. ഇത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കുറവാണ്, മനസ്സിലായി. അപ്പൊ ഈ വല്ലപ്പോഴും വരുന്ന സിനിമയ്ക്ക് പോലും ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആൾക്കാരുടെ വീടുകളിൽ പെരുന്നാൾ, അമ്പലത്തിൽ ഉത്സവം, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഓണം, വിഷു, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെ ഉത്സവം. ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വന്നാലോ ആ പ്രദേശത്തുള്ള എല്ലാവരും ആ ഒരു വീട്ടിൽ കൂടുകയാണ് ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിന്റെയൊക്കെ വില കുറഞ്ഞു പോയതിന്റെ കാരണം തന്നെ ഇതാണ്. അതായത് നമുക്ക് വിരൽത്തുമ്പിൽ ഇഷ്ടം പോലെ എന്റർടൈൻമെന്റ് ആണ്. സിനിമ കാണണോ തിയേറ്ററിൽ പോകണ്ട, ഈ തമാശ കാണണോ നമുക്ക് ടി വി ഓൺ ആക്കണ്ട, ഫോണിൽ തന്നെ എല്ലാം കിട്ടുക, പത്രം വായിക്കണം ഫോണിലുണ്ട്, എല്ലാം ഫോണിൽ ഇരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രീനിന്റെ മുന്നിലായി പോയി തീർന്നു. ഇതൊക്കെ പണ്ടൊരു ആഘോഷം വന്നു കഴിയുമ്പോൾ ഈ ഇങ്ങനെ ചുറ്റുപാടുള്ള അയൽവക്കക്കാരെല്ലാം ആ ഒരു വീട്ടിൽ വന്നിട്ട് അരി പൊടിച്ച് ഇതേ പലഹാരം എല്ലാവരും കൂടെ കൂടി. ഇന്ന് നമ്മൾ എന്നാ ചെയ്യുന്നത്? ഫോൺ വിളിക്കും, ഒരാഘോഷം വന്നത് ഫോൺ വിളിക്കും. ആഘോഷം വന്നു കഴിഞ്ഞാൽ വീടുകൾ വേണ്ട. ഒന്നാമത്തെ കാര്യം അന്നത്തെ കാലത്തിന് പ്രത്യേകത, അന്ന് ആർക്കും അധികം സാഹചര്യങ്ങളില്ല. അപ്പൊ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടുകയാണെങ്കിൽ അതൊക്കെ ഒരു രസമാണ്. അതാണ് എല്ലാവരും ഇല്ലായ്മയെ ഒരുമിച്ച് കൂടുക. ഇന്ന് എല്ലാവർക്കും സംഭവമുണ്ട്, ജീവിതത്തിൽ എല്ലാവർക്കും സാഹചര്യങ്ങൾ. അപ്പൊ അവര് കൂടുതൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ സ്വാർത്ഥരുന്നതിനേക്കാൾ ഉപരി എന്താ പറഞ്ഞാൽ മനുഷ്യന് ബന്ധങ്ങളുടെ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയില് ഇന്നത്തെ തലമുറ. കാരണം സുലഭമായിട്ട് ഈ ബന്ധങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യവും സുലഭമായിട്ട് നമ്മുടെ കൈത്തുമ്പിൽ ഉള്ളപ്പോ നമുക്ക് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാവില്ല. അതായത് എനിക്ക് പലരോടും തോന്നുന്നുണ്ട്, പണ്ടത്തെ ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ആർക്കും ഭക്ഷണത്തിന് എന്താ വില, അതെന്താണ് അതിന്റെ വാല്യൂ ആർക്കും മനസ്സിലാവില്ല. ഈവൻ പിന്നെ എനിക്കോ പൊന്നന് പിന്നെ പറ്റിട്ടുണ്ടാവും, ബോംബെ പോയിട്ട്. പക്ഷെ ഇപ്പൊ അമ്മ അനുഭവിച്ച പോലത്തെ ഒരു വില പൊന്നിന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും നമുക്ക് അവര് പറഞ്ഞ് മനസ്സിലാക്കാൻ. പിന്നെ ഒരു വട്ടം ഇവര് പഴമയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടന്നതിന് ഭക്ഷണത്തിന്റെ വില. അതെ, നമ്മളെപ്പോഴും നമ്മളെ താഴെക്കിട ഒന്നുമില്ലാത്തവരെ ഓർക്കണം, നമുക്ക് ഉള്ളത് നമ്മൾ അവർക്ക് പങ്കുവെക്കണം. അതല്ല അമ്മയ്ക്ക് നമ്മൾ എത്ര ഓർക്കണം എന്ന് പറഞ്ഞാലും നമ്മൾക്ക് മനുഷ്യന്റെ സ്വഭാവം അവനേക്കാൾ ഉയർന്നത് അവൻ ചിന്തിക്കത്തുള്ളൂ. അത് മനുഷ്യൻ എപ്പോ അവനേക്കാൾ താഴെ കുറെ വ്യക്തികളെന്ന് ചിന്തിക്കാൻ തുടങ്ങിയ നമ്മൾ ഭയങ്കര എന്താ പറയാ, ഈ ലോകം നന്നാവും. അങ്ങനെ അപ്പച്ചനുള്ളപ്പോ അങ്ങനെ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും നമ്മളെക്കാളും മുകളിലുള്ളവരെ ഒരിക്കലും, അതായത് നമ്മളെക്കാളും കുറച്ച് ഉയർന്നവരെ നോക്കരുത്, എപ്പോഴും നമ്മളെക്കാളും താഴെയുള്ളവരെ നോക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം. എപ്പോഴും അമ്മച്ചി അതെന്താന്ന് നമ്മളെ മുകളിലുള്ള നമുക്ക് ആവലാദ്യം കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ.
പക്ഷെ നമ്മൾ ഇതാക്കേണ്ട കാര്യം ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല നോക്കുക. ആൾക്കാർ എപ്പോഴും മുകളിലേക്ക് അതെ, നമ്മുടെ അതെ. സ്വന്തം കയ്യിൽ അങ്ങനെ. ഇല്ലാത്ത സാധനം എന്താണോ അത് മാത്രമേ അവർ നാളെ നോക്കുള്ളൂ, മറ്റുള്ളതിൻ്റെ ഉള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഇതാണ്, നമ്മൾ ഇടയ്ക്ക് ഒരു ഉപവാസമൊക്കെ എടുക്കുക. ഭക്ഷണത്തിൽ ആ വിശപ്പിന്റെ വേദന എന്താണെന്ന് അറിയാം. നമുക്ക് ഉള്ളതിൽ നമ്മൾ ഉപേക്ഷിക്കുക. അപ്പൊ നമുക്ക് ആ ഉപേക്ഷിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചു ആരോഗ്യത്തിനല്ലതാണ്. നമ്മളങ്ങനെ ഉപേക്ഷിച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇപ്പൊ നമുക്ക് എന്താ നമുക്ക് ഫോണ് മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന സാധനമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘടകമായിട്ടുണ്ട്. നമുക്ക് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രിക്കാൻ, അതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. അതായത് ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ഫോണിന്റെ ആവറേജ് സ്ക്രീൻ ടൈം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഉണ്ടാവും. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. ആലോചിക്കണം, അതിന്റെ അത്രയും സമയം നഷ്ടപ്പെടും. ആലോചിക്കണം, 6 മണിക്കൂറാണ്. അപ്പൊ അത് 6 മണിക്കൂർ എന്നുള്ള 2 മണിക്കൂറോ 1.5 മണിക്കൂറാക്കി ചുരുക്കി അത്രയും സമയം നമുക്ക് വേറെ കിട്ടും. അതെ, വേറെ കാര്യങ്ങൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ പഴമ, അതായത് ഈ പെട്ടെന്ന് നമുക്ക് എന്താ പറയാ സന്തോഷം തരുന്ന സംഭവങ്ങൾ, അതായത് ഈ ടിവി ഒക്കെ നമുക്ക് അതായത് വൈകി സന്തോഷം കിട്ടുന്നത് ലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ സാധനം. അതായത് കുറെ കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ വർക്കൗട്ട് നമ്മൾ വ്യായാമം ചെയ്യാം, ജിമ്മിൽ പോയിട്ട്, അതെന്ന് പറഞ്ഞാൽ വളരെ വൈകി കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതായത് ഇപ്പൊ കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതൊരു പുസ്തകം വായിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ സമയം എടുത്ത് വായിക്കണം. ആ സമയമാണ് നമ്മൾ അതിന് ആ പുസ്തകത്തിന് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇത് പെട്ടെന്ന് നമ്മള്, അതായത് ഈ ഫോണിൽ നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് പല പല സാധനങ്ങൾ കാണുന്നത് നമ്മുടെ തലച്ചോറിൻ്റെതായി പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയകളെല്ലാം കൂടെ നമ്മുടെ തലച്ചോറിനെ തന്നെ ഫുള്ളും അങ്ങനെ ഹാക്ക് ചെയ്ത് മാറ്റി. ഈ ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ശ്രദ്ധയൊക്കെ പണ്ടൊക്കെ ഒരു 40 സെക്കൻഡോളം ശ്രദ്ധ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പൊ 10 സെക്കൻഡ് പോലും ഇല്ല. ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ നമ്മുടെ നോക്കി നമുക്കൊരു 10-15 സെക്കൻഡിൽ കൂടുതൽ ഒരു സാധനത്തിന് ശ്രദ്ധ നിർത്താൻ പറ്റൂല. നമ്മളും അത് ഇതായി. പക്ഷെ ഇത് നമ്മളിത് മനസ്സിലാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെ പോകുന്ന പലരും ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിലാണ് കാര്യം. അതെ അല്ലേ അതല്ലേ വേണ്ടേ. അപ്പൊ പറയൂ, നമ്മള് ചക്കേനെ പൊന്നെന്താണ് എനിക്കൊന്നും പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൽ തേങ്ങ ഒന്നുകിൽ തേങ്ങ കുറച്ചുകൂടെ അരച്ച് പൾപ്പാക്കിയിട്ടുണ്ട്, എനിക്ക് ആ കടി കിട്ടാണ്ടിരുന്ന ഏറ്റവും നല്ലത്. അതാണ് എന്നെ സംബന്ധിച്ച്. അമ്മയെ സംബന്ധിച്ച് അമ്മ എളുപ്പമായി ക്രിയ ചെയ്യും. അതാണ് നമ്മ 2 മിനിറ്റ് കൂടുതൽ മിക്സ് അടിച്ചു, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കുറച്ചുകൂടെ അരഞ്ഞോളും, ആ പൊത്ത് കിട്ടാണ്ടിരുന്ന. എനിക്ക് പറയാനുള്ളത് ഇത് അത് പൊടിച്ചാരെങ്കിൽ ഇച്ചിരി മധുരവും കൂടുതലാണ്. അമ്മ എനിക്കറിയാം മധുരം നിർത്തിയോണ്ടാ കുറച്ചോണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, പറയാൻ പറ്റില്ല. ഇച്ചിരി മധുരവും അപ്പൊ അത് ബാക്കിയുള്ള സംഭവം നല്ലതാണ്, ഉഷാറാണ്. അതെ, വളരെ പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നെന്തെങ്കിലുണ്ടോ? നല്ല ഭക്ഷണം, വർത്തമാനം പറഞ്ഞു, നല്ല ഭക്ഷണം. എന്തെല്ലാം എല്ലാവരും ഇപ്പൊ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരും ചക്ക സ്റ്റോക്ക് ചെയ്ത് വെച്ച ചക്ക എല്ലാം ഒഴിവാക്കി തീർക്കുക. ഇവിടുത്തെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇനിയും ചിലപ്പോൾ പലതും വരുന്നതായിരിക്കും. ചക്ക ബിരിയാണി, ചക്ക പുട്ട്, ചക്ക ജ്യൂസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത ചക്ക ജ്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അങ്ങനത്തെ രസകരമായ വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.